നമ്മൾ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 7.3 ആണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് അതിൽ 2 കോൺഗ്രൻസ് റൂളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് SSS കോൺഗ്രൻസ് റൂളും RHS കോൺഗ്രൻസ് റൂൾ. നമ്മൾ മുമ്പ് 3 റൂൾസ് പഠിച്ചിട്ടുണ്ട്. SAS കോൺഗ്രൻസ് റൂൾ, അതുപോലെ ASA കോൺഗ്രൻസ് റൂൾ, AAS കോൺഗ്രൻസ് റൂൾ. അതൊക്കെ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് ഈ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് കണ്ടു നോക്കണം. അതിനുശേഷം ഈ വീഡിയോ കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ SSS കോൺഗ്രൻസ് റൂളാണ് പഠിക്കുന്നത്. SSS കോൺഗ്രൻസ് റൂൾ. ഇത് ഈ പേര് പോലെ തന്നെയാണ്. അതായത് SSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ്, 3 സൈഡ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, SAS എന്ന് പറയുമ്പോൾ 2 സൈഡും അതിന് ഇൻക്ലൂഡഡ് ആംഗിൾ. അതുപോലെ ASA എന്ന് പറയുമ്പോൾ 2 ആംഗിളും അതിന് ഇൻക്ലൂഡഡ് സൈഡ്. 2 ആംഗിളും ഒരു സൈഡും വന്നു കഴിഞ്ഞാൽ AAS. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്ന് പഠിക്കുന്നത് SSS കോൺഗ്രൻസ് റൂൾ. SSS എന്ന് പറഞ്ഞാൽ 3 സൈഡ്. If 3 sides of one triangle are equal to 3 sides of another triangle, then the 2 triangles are congruent. അതാണ് SSS കോൺഗ്രൻസ് റൂൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് RHS കോൺഗ്രൻസ് റൂൾ. എന്താണ് RHS കോൺഗ്രൻസ് റൂൾ? ഈ RHS കോൺഗ്രൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ട്രയാങ്കിളിൽ മാത്രമേ വരൂ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ? റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ ആണ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിൾ RHS, H എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് സൈഡ്, പിന്നെ ഒരു സൈഡ്. അതായത് ഇഫ് ഇൻ 2 റൈറ്റ് ട്രയാങ്കിൾസ് the hypotenuse side and one side of one triangle are equal to the hypotenuse side and one side of another triangle, then the 2 triangles are congruent. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതായത് ഇത് 2 റൈറ്റ് ട്രയാങ്കിൾസ്. നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. ABC, ഇത് PQR. അപ്പൊ ഈ 2 റൈറ്റ് ട്രയാങ്കിളില്, ഇപ്പൊ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ. അപ്പൊ റൈറ്റ് ട്രയാങ്കിളില് നമുക്ക് ഇതാണ് AB ഹൈപ്പോട്ടനസ്, PR ഹൈപ്പോട്ടനസ്. അപ്പൊ ഈ AB ഈക്വൽ ടു PR ആയിരിക്കണം. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പൊ BC ഈസ് ഈക്വൽ ടു RQ. അപ്പോൾ ഒരു ഹൈപ്പോട്ടനസ് സൈഡും അതിന്റെ ഒരു സൈഡും, ഒരു ട്രയാങ്കിളിന്റെ, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് സൈഡ് ഒരു സൈഡും, വേറൊരു ട്രയാങ്കിളിന്റെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് സൈഡ് അതിന്റെ സൈഡിനും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾ ABCയും PQRും ഇവിടെ നമുക്ക് കോൺഗ്രന്റ് ആണെന്ന് പറയും. അതാണ് RHS കോൺഗ്രൻസ് റൂൾ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. If in 2 right triangles the hypotenuse and one side of one triangle are equal to the hypotenuse and one side of other triangle, then the 2 triangles are congruent. ഇത്രയാണ് RHS കോൺഗ്രൻസ് റൂൾ. ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഏതിനൊക്കെയാണ് ആ റൂൾ വരിക എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ നമുക്ക് എക്സാമ്പിൾ 7 ചെയ്യാം. ആദ്യം AB is a line segment. P and Q are points on opposite sides of AB such that each of them is equidistant from the points A and B. Show that the line PQ is perpendicular bisector of AB. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ 7 ആണ്. AB is a line segment. പിന്നെ പറയുന്നത് P and Q are points on opposite sides of AB. പിയും ക്യൂ ഓപ്പോസിറ്റ് സൈഡ്സ് 2 പോയിന്റ്സ് ആണ് ABയുടെ ഓപ്പോസിറ്റ് വരുന്നത്. പിന്നെ എന്നിട്ട് പറയുന്നത് സച്ച് ദാറ്റ് ഈച്ച് ഓഫ് ദം ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്സ് A and B. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. നമ്മളിങ്ങനെ വരികയാണെങ്കിൽ ഇത് ഈക്വൽ, അതുപോലെ ഇത് ഈക്വൽ. ഷോ ദാറ്റ് ദ ലൈൻ PQ ഇസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB. അപ്പൊ PQ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ PQ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ഇതിന് നമ്മൾ C എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം അറിയണം. അതായത് ഇത് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. PA ഈക്വൽ ടു PB ആണ്, AQ ഈക്വൽ ടു QB. ഈക്വൽ ഡിസ്റ്റൻസ്, അതാണ് ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുന്നത്. AB ഈസ് എ ലൈൻ സെഗ്മെന്റ്. AB എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ്. P and Q are points on opposite sides of AB. ABന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന പോയിന്റ്സ് ആണ്. such that each of them is equal distance of points A and B. A and B ന് ഈക്വൽ ഡിസ്റ്റൻസിലാണുള്ളത്. ഷോ ദാറ്റ് ദ ലൈൻ സെഗ്മെന്റ് P, അതായത് ദ ലൈൻ PQ is perpendicular bisector of AB എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ACP
BCP. Angle ACP equal to angle BCP equal to 90 degree എന്ന് കിട്ടണം. എന്നാൽ മാത്രമേ ഇത് പെർപെൻഡിക്കുലർ ആവുള്ളൂ. പിന്നെ ബൈസെക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC equal to BC ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് ആദ്യം എഴുതാം. എന്തൊക്കെയാണ് ഗിവൺ? PA equal to PB. ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് PA equal to PB. പിന്നെ എന്തൊക്കെയാണ് ഗിവൺ? AQ equal to QB. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് PQ പെർപെൻഡിക്കുലർ ടു AB. PQ പെർപെൻഡിക്കുലർ ടു AB. അതുപോലെ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? AC is equal to BC എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് PQ ബൈസെക്സ് AB. PQ ബൈസെക്സ് AB ആണ്. ABനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് കിട്ടണം. AC is equal to BC എന്നുള്ളത് കിട്ടണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഇതിൽ നമുക്ക് അറിയാം PA equal to PB ആണ്, AQ equal to QB ആണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ PAQ ആൻഡ് PBQ ഈ രണ്ട് ട്രയാങ്കിളിൽ, അതായത് PAQയിലും PBQയിലും ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ? PA equal to PB, AQ equal to QB. പിന്നെ എന്തൊക്കെ? PQ കോമൺ, PQ equal to PQ. അപ്പൊ ഇതിൽ ഏത് റൂൾ ആയിരിക്കും വരിക? നമുക്കിപ്പോ ഇവിടെ 3 സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ടുള്ളത്. Therefore by SSS congruence rule എന്തായി? ട്രയാങ്കിൾ PAQ congruent to ട്രയാങ്കിൾ PBQ. ട്രയാങ്കിൾ PAQ congruent to ട്രയാങ്കിൾ PBQ. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? അതായത് ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആയി. ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ചെറിയ ട്രയാങ്കിളുടെ കാര്യം പറയേണ്ടത്. പക്ഷെ അതിലൊന്നും ഈക്വൽ ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ് പ്രൂവ് ചെയ്തത്. അപ്പൊ ട്രയാങ്കിൾ PAQ കോൺട്രുവന്റ് PBQ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയും? ഈ രണ്ട് ആംഗിളും ഈക്വൽ എന്ന് പറഞ്ഞൂടെ? ബൈ CPCD. അതായത് ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ ബൈ CPCD. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ABന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ബൈസെക്ട് ചെയ്യുക, അതായത് ABനെ PQ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ടും ഈക്വൽ ആയിരിക്കണം. AC ഈക്വൽ ടു BC. ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആ കൂടി അറിയുന്നത് PA ഈക്വൽ ടു PBയും AQ ഈക്വൽ ടു QBയും ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ വലിയ ട്രയാങ്കിൾ എടുത്ത് PAQ ആൻഡ് PBQയില് 3 സൈഡ്സ് ഈക്വൽ ആണ്. 3 സൈഡ്സ് ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാം? SSS കോൺട്രുവൻസ് റൂൾ പ്രകാരം PAQ കോൺട്രുവന്റ് ടു PBQ. അതെന്തിനാ കോൺട്രുവന്റ് ആക്കുന്നതെന്ന് വെച്ചാൽ ഈ ആംഗിൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? APQ കോൺട്രുവന്റ് ടു APQ ഈക്വൽ ടു BPQ എന്ന് കിട്ടുന്നത്. അതായത് അവിടെ ആംഗിൾ ഈക്വൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രുവന്റ് ആണ് പ്രൂവ് ചെയ്തത്. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? അതായത് ഇനി നമ്മൾ എടുക്കേണ്ടത് ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾ, നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ AC അല്ലെ PAC എന്ന് എഴുതാം. ട്രയാങ്കിൾ PAC ആൻഡ് PBC രണ്ട് ട്രയാങ്കിൾ PACയിലും PBCയിലും ഏതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്? PA ഈക്വൽ ടു PB അല്ലേ? PA ഈക്വൽ ടു PB കോമൺ ആണ്. പിന്നെ എന്താണ്? PC is equal to PC. രണ്ട് ട്രയാങ്കിളും PC കോമൺ ആണ്. പിന്നെ എന്ത് പറയാം? ഈ ആംഗിൾ പറയാം, ആംഗിൾ APC ഈക്വൽ ടു ആംഗിൾ BPC. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണിത്. അതായത് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇവിടെ പറയുന്നില്ലേ ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ ആണ്. അപ്പൊ ആംഗിൾ APQ BPQന് ഈക്വൽ ആണെങ്കിൽ ആംഗിൾ APC ഈക്വൽ ടു ആംഗിൾ BPC ആണ്. അപ്പൊ ഇതിന്റെ CPCT ആണ് അത്. അപ്പൊ ഇവിടെ എങ്ങനെയാ നമുക്ക് വരുന്നത്? രണ്ട് സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പോൾ therefore by
SAS കോൺഗ്രൻസ് റൂൾ. ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് വരുന്നത്. SAS രണ്ട് സൈഡിലും ഇൻക്ലൂഡഡ് ആംഗിൾ ആയിട്ടാണ് വരുന്നത്. Therefore by SAS കോൺഗ്രൻസ് റൂൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ PAC കോൺഗ്രന്റ് ടു ട്രയാങ്കിൾ PBC. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആയി. രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഈക്വൽ ആയിരിക്കും? AC is equal to BC ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളുടെ സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ലേ? Therefore AC equal to BC by CPCT. അപ്പൊ അത് ഈക്വൽ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. ഇവിടെ നമുക്ക് AC equal to BC ഈക്വൽ ആണ് കിട്ടി. ഇനി ACP equal to BCP equal to 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ACP ഈക്വൽ ടു ആംഗിൾ BCP ബൈ CPCT തന്നെ. ACP ഈക്വൽ ടു BCP. അതായത് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ACP ഈക്വൽ ടു BCP ആണ്. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 90 ഡിഗ്രി. ഇപ്പൊ നമ്മൾ ഒരു ലൈനെ ഇങ്ങനെ ബൈസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ലീനിയർ പെയർ അല്ലെ? ലീനിയർ പെയർ ആയിരിക്കൂല്ലേ? ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിൽ ആംഗിൾ ACP പ്ലസ് ആംഗിൾ BCP ഈക്വൽ ടു 180 എന്ന് എഴുതാം. റീസൺ ലീനിയർ പെയർ. ഈ ആംഗിൾ ഇവിടെ തൊട്ട് ഇവിടം വരെ എന്തായിരിക്കും? 180 ഡിഗ്രി. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ACP ഈക്വൽ ടു BCP. അപ്പൊ ഈ BCPനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ACP പ്ലസ് ആംഗിൾ ACP ഈക്വൽ ടു 180. അപ്പൊ 2 ടൈംസ് ആംഗിൾ ACP ഈക്വൽ ടു 180. ആംഗിൾ ACP ഈക്വൽ ടു 180 ബൈ 2 is equal to 90 ഡിഗ്രി. ACP 90 ഡിഗ്രി ആണെങ്കിൽ BCP 90 ഡിഗ്രി. അപ്പോൾ അതും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതില് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്തു. ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് AC ഈക്വൽ ടു BC എന്നുള്ളത് പ്രൂവ് ചെയ്തു. ഇതിൽ ഇത്രയും നിങ്ങൾ ഓർമ്മിക്കാനുള്ളൂ. നമുക്ക് ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ AC ഈക്വൽ ടു BC എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് വേറൊന്നും അറിയാത്തതുകൊണ്ട്, അതായത് PA ഈക്വൽ ടു PBയും AQ ഈക്വൽ ടു BQ മാത്രമേ അറിയുള്ളൂ. ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വലിയ രണ്ട് ട്രയാങ്കിൾ ഇത് ചെയ്തിട്ടേ ബാക്കി ഈ ചെറിയ ട്രയാങ്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ രണ്ട് വലിയ ട്രയാങ്കിളും ആദ്യം കോൺഗ്രന്റ് ആണെന്ന് പറയണം. ആ കോൺഗ്രന്റ് ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. PA ഈക്വൽ ടു PB, AQ ഈക്വൽ ടു BQ, PQ കോമൺ. SSS കോൺഗ്രൻസ് റൂൾ എന്തായി? ഈ രണ്ട് ട്രയാങ്കിൾ PAQ കോൺഗ്രന്റ് PBQ. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആയാൽ നമുക്ക് എന്ത് പറയും? ഈ രണ്ട് ആംഗിൾ നമുക്ക് ആവശ്യം ആ ആംഗിൾ, അതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യം പറയും. ആംഗിൾ APQ ഈക്വൽ ടു ആംഗിൾ BPQ ബൈ CPCT. അപ്പൊ അത് ആ രണ്ട് ആംഗിൾ ഈക്വൽ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AC ഈക്വൽ ടു BC ആണ്. അപ്പൊ ആ ചെറിയ ട്രയാങ്കിൾ എടുക്കുക. അതായത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. PAC PBC ആ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്ത് PACയും PBCയിലും എന്തൊക്കെയാണ് നമുക്ക് ഈക്വൽ ആയിട്ടില്ല, അതായത് ഏത് റൂളാണ് വരുന്നത് നോക്കുക. PA ഈക്വൽ ടു PB, പിന്നെ PC കോമൺ ആണ്. പിന്നെ ഇൻക്ലൂഡഡ് ആംഗിൾ നമ്മൾ CPCT ഈക്വൽ ആണെന്ന് പറഞ്ഞു. നമ്മൾ Q ആണ് APQ ആന്ന് പറഞ്ഞത്, അത് APCയും ഈക്വൽ തന്നെയാണ്. അപ്പൊ ആംഗിൾ APC ഈക്വൽ ടു ആംഗിൾ BPC CPCT ആണത്. അപ്പോൾ ഇവിടെ SAS കോൺഗ്രൻസ് റൂളിൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണ്. ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ AC ഈക്വൽ ടു BC കിട്ടി. AC ഈക്വൽ ടു BC കിട്ടിയതിന് ശേഷം അതിന്റെ ആംഗിൾ പറയാം. ആംഗിൾ ACP ഈക്വൽ ടു ആംഗിൾ BCP. അപ്പൊ അത് ഈക്വൽ ആയി CPCT. പിന്നെ നമുക്ക് അതല്ല പ്രൂവ് ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ എന്നാണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 90 ഡിഗ്രി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 എന്ന് പറയാം. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് 180 എന്ന് പറയും. അപ്പോൾ ഇവിടെ BCP എന്നുള്ളത് മാറ്റിയിട്ട് ACP എന്ന് കൊടുക്കുക. അപ്പോൾ 2 ടൈംസ് ACP ഈക്വൽ ടു 180 ഡിഗ്രി, ACP ഈക്വൽ ടു 180 ബൈ 2 90 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടും പ്രൂവ് ചെയ്തു. അതായത് ആംഗിൾ ACP ഈക്വൽ ടു ആംഗിൾ BCP ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. പിന്നെ AC ഈക്വൽ ടു BC എന്നും കിട്ടി. അപ്പോൾ therefore എന്ത് പറയാം? നമുക്ക് PQ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ABന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. PQ is the perpendicular bisector. Therefore last എഴുതുക. Therefore PQ is the perpendicular bisector of AB. അപ്പോൾ അത്രയാണ് 7th ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 8 നോക്കാം നമുക്ക്.
8th question. P is a point equidistant from two lines L and M intersecting at A. Show that the line AP bisects the angle between them. ഇവിടെ രണ്ട് ലൈൻസ് എല്ലും എം, ഇത് എല് ഇത് എം, ഈ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എ, അതായത് ഈ പോയിന്റ് ആണ് എ. പിന്നെ പി ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എ, എന്നൊരു ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് ഇവിടെ പി എന്ന് പറയുന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരിക, ഇനി ബി എന്ന് കൊടുക്കുക. അതുപോലെ ഇതിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരിക, പെർപെൻഡിക്കുലർ വരിക, ഇതിന് സി എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് ആദ്യം എഴുതാം. അതായത് ഇവിടെ എന്തൊക്കെയാ ഗിവൺ? പി ബി ഈക്വൽ ടു പി സി, പി ബി ഈക്വൽ ടു പി സി ഗിവൺ ആണ്. ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എന്നാ പറയുന്നത്, അതായത് എന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. അപ്പൊ അതിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. പി ബി ഈക്വൽ ടു പി സി ആണ്. പിന്നെ നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ ആണ്. ഡ്രോ പി ബി പെർപെൻഡിക്കുലർ ടു എൽ, അതുപോലെ പി സി പെർപെൻഡിക്കുലർ ടു എം നമ്മൾ വരഞ്ഞു. വരഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത്. ഇവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് ദ ലൈൻ എ പി ബൈസെക്ട്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഈ ലൈന് ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിപ്പോ ഇതിനെ ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ആംഗിൾ ഈക്വൽ, ഇതാണ് എ, ഇത് പി. അപ്പൊ നമുക്ക് ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. പി എ ബി ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ പി എ സി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടു പ്രൂവ് എ പി ബൈസെക്ട്സ് ആംഗിൾ എ, അതായത് ഇവിടെ ഇങ്ങനെയല്ലേ പറയാം, ഷോ ദാറ്റ് ദ ലൈൻ എ പി ബൈസെക്ട്സ്, എ പി ബൈസെക്ട്സ് ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെയാണ്? പി എ ബിയും പി എ സി. ഇൻ ട്രയാങ്കിൾ പി എ ബി ആൻഡ് പി എ സി, ട്രയാങ്കിൾ പി എ സി, ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് ഏതൊക്കെ ഈക്വൽ ആയിട്ടുണ്ട്? പി ബി ഈക്വൽ ടു പി സി. പിന്നെ എന്ത് കോമൺ ആയിട്ടുണ്ട്? എ പി ഈക്വൽ ടു എ പി കോമൺ ആണ്. പിന്നെ എന്താണ് നമുക്കുള്ളത്? പെർപെൻഡിക്കുലർ ആണ് നമ്മൾ വരഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് പറയാ? ആംഗിൾ പി ബി എ, ആംഗിൾ പി ബി എ ഈക്വൽ ടു ആംഗിൾ പി സി എ. അതായത് ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പെർപെൻഡിക്കുലറിൽ വരഞ്ഞ പി ബി പെർപെൻഡിക്കുലർ ടു എല്ലും പി സി പെർപെൻഡിക്കുലർ ടു എമ്മും വരികയെന്ന് പറഞ്ഞാൽ ഇവിടെ 90 പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ആംഗിൾ ബി 90 ഡിഗ്രിയാണ്, ആംഗിൾ സി 90 ഡിഗ്രിയാണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ ആംഗിൾ പി ബി എ ഈക്വൽ ടു ആംഗിൾ പി സി എ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഈക്വലായി? ഒരു 90 ഡിഗ്രി ഉണ്ട്, അതുപോലെ ഒരു സൈഡ്. therefore ബൈ RHS കോൺഫറൻസ് റൂൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ 90 ഡിഗ്രി ആയില്ലേ, 90 ഡിഗ്രിയും ഇവിടെ ഹൈപ്പോട്ടനസ് സൈഡും വേറൊരു സൈഡും ആണ് ഈക്വൽ ആയിട്ടുള്ളത്. എ പി എന്നുള്ളത് രണ്ടില് കോമൺ ആണ്. ഹൈപ്പോട്ടനസ് സൈഡും എ ബി, അതായത് ഇവിടെ പി ബി ഈക്വൽ ടു പി സി ഉണ്ട്, എ പി കോമൺ ആയിട്ടുണ്ട്, ഒരു 90 ഡിഗ്രി. അപ്പൊ RHS കോൺഫറൻസ് റൂൾ 90 ഡിഗ്രി വന്നതുകൊണ്ട് RHS കോൺഫറൻസ് റൂള് എന്തായി? RHS കോൺഫറൻസ് റൂൾ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കോൺട്രന്റ് ആണെന്ന് പറയാം. ട്രയാങ്കിൾ പി എ ബി കോൺട്രന്റ് ടു ട്രയാങ്കിൾ പി എ സി. ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾ കോൺട്രന്റ് ആയിട്ടാണ് നമുക്ക് എല്ലാത്തിലും പ്രൂവ് ചെയ്യേണ്ടി വരിക. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സൈഡ്സും ബാക്കിയുള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇനി എന്ത് പറയാം? therefore ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ പി എ സി ബൈ സി പി സി ടി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് എ പി ബൈസെക്ട്സ് ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഇത്രയും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് ആദ്യം എഴുതുക. പി ബി ഈക്വൽ ടു പി സി ഗിവൺ ആണ്. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ഡ്രോ പി ബി പെർപെൻഡിക്കുലർ ടു എൽ ആൻഡ് പി സി പെർപെൻഡിക്കുലർ ടു എം വരണം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ആ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? പി ബി ഈക്വൽ ടു പി സി ആണ്, എ പി കോമൺ ആയിട്ടുണ്ട്, അതുപോലെ ആംഗിൾ പി ബി എ ഈക്വൽ ടു ആംഗിൾ പി സി എ 90 ഡിഗ്രി. അപ്പോൾ ഒരു 90 ഡിഗ്രി ഹൈപ്പോട്ടനസ് സൈഡും
വേറൊരു സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഏത് റൂളാണ് RHS കോൺട്രൻസ് റൂളിൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺട്രൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ ഈ ആംഗിൾ ഈക്വൽ എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി ബൈ CT ബൈസെക്സ് ആംഗിൾ A. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 7.3 ചെയ്യാം. ഓക്കെ.